നമസ്കാരം. ഇന്ന് നമ്മുടെ 141 എപ്പിസോഡാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രൊഡ്യൂസേഴ്സ് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ചാണ്. ആദ്യം ഞാൻ ഈ ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്യില്ലേ, ഈ നമ്മളെ മൊബൈലിലും ക്യാമറ ചാനൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതിൽ പ്രൊഡ്യൂസേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ഒരു കാരണവശാലും ഒരു 10,000 രൂപയോ 20,000 രൂപ കൂടുതലും മുടക്കി ഒരു വർക്ക് പ്രൊഡ്യൂസ് ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറയാം, 99% റിട്ടേൺ കിട്ടില്ല. പിന്നെ അത് പ്രൊഡ്യൂസറെ സംബന്ധിച്ചാണ് കേട്ടോ. ഒരു ഡയറക്ടർ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ നല്ല കഥകളുള്ള നല്ല നല്ല സ്ക്രിപ്റ്റ് എഴുതാൻ അറിയാവുന്ന ഒത്തിരി പേര് അലഞ്ഞ് തിരിഞ്ഞ് നടക്കണം. പക്ഷെ അവരെ ഒന്നും നിങ്ങൾ വിശ്വസിക്കില്ല. ഏറ്റവും ഭംഗിയായിട്ട് സംസാരിക്കുന്ന റൈറ്റേഴ്സിനെയോ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. അതായത് ഈ നമ്മൾ ഈ ബുദ്ധൻ്റെ അനുയായികളിൽ 2 വിഭാഗക്കാരുണ്ട്. ഒന്ന് ശ്വേതംബരന്മാരും ഒന്ന് അങ്ങനെ വിശ്വംബരന്മാർ, അങ്ങനെ 2 വിഭാഗക്കാരുണ്ട്. അതിലൊരു വിഭാഗക്കാർ ആരോടൊന്നും സംസാരിക്കില്ല. അവരെ സന്യാസി ജീവിതം നയിക്കുകയാണ്. അവരുടെ വിഷയച്ചോ അങ്ങനെ സന്യാസ ജീവിതം. അവരാരോടും സംസാരിക്കില്ല, അവർ മതപ്രചരണം നടത്തില്ല, അവർ ഉപദേശങ്ങൾ കൊടുക്കില്ല. ആരെങ്കിലും ചെന്നാൽ ഒരു വാക്കിൽ ആ മറുപടിക്ക് 1000 അർത്ഥങ്ങൾ കാണും ഒരു വാക്കിൽ. വേറൊരു ഭാഗമുണ്ട്, ബുദ്ധമതം പ്രചരിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചു വരും. അവരൊരുപാട് ആളുകളെ കൂട്ടുകയൊക്കെ ചെയ്യുന്ന 2 വിഭാഗക്കാരുണ്ട്. അങ്ങനെയുള്ളവർ അവർ രണ്ടും 2 ജീവിത ശൈലിയാണ് അവരെടുക്കുന്നത്. ബുദ്ധനും അധികം ഉപദേശങ്ങൾ ഒരു വാക്കിലൊക്കെ കൊടുക്കില്ല, 5 വാക്കിൽ. അങ്ങനെ ഒരു വലിയ ഗംഭീരമായൊരു പ്രസംഗം നടത്തിയ ആളല്ല ഇത്. അതുപോലെ തന്നെ ഏറ്റവും ഭംഗിയായി ഈ സിനിമയുടെ കാര്യം വരുമ്പോൾ ഈ ഭംഗിയായിട്ട് സംസാരിക്കുന്ന ആളുകളിൽ വീണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക. ഭയങ്കര കഥയാണ്, അതാണ് ഇത്. സ്ക്രിപ്റ്റ് പോലും അവരുടെ കഥ പോലും അവരുടെ മനസ്സിൽ കാണില്ല, എന്തൊക്കെയോ കാണും. പിന്നെ ആ ക്യാമറ നിങ്ങൾ ഈ ക്യാമറയൊന്നും വിട്ടുകളാം. നിങ്ങൾക്ക് നല്ല ഐഫോണിൽ സിനിമ ചെയ്തിപ്പം എൻ്റെ അറിവിൽ 7ാമത്തെ 8ാമത്തെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞു. ആദ്യം ഐഫോണിൽ അങ്ങോട്ട് ഇറങ്ങിയ സിനിമ ഫഹദ് ഫാസിലിൻ്റെ ആണെന്ന് തോന്നുന്നു. അത് കൊറോണ ടൈമിലാണ് അത് റിലീസും ആയതാണ്. അപ്പോൾ ആരും കണ്ടില്ല, ശ്രദ്ധിച്ചില്ല എന്നുള്ളൂ. കൊറോണ ടൈമിൽ വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല, അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഇറക്കിയാണ്. ഇപ്പോൾ 7ാമത്തെ 9ാമത്തെ എങ്ങാണ്ട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ദാവിഞ്ചിയിലേ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഉള്ളൂ. അതിനും നിങ്ങൾ വലിയ സ്റ്റുഡിയോയിലൊക്കെ കൊണ്ടുപോയി. ഇപ്പം ഞാൻ നേരത്തെ ഇങ്ങനെ സ്റ്റുഡിയോയെക്കുറിച്ച് പറഞ്ഞപ്പോഴത്തേനും ഏതോ ഒരു ഹിന്ദിക്കാരൻ എന്നെ ചീത്ത വിളിച്ച് പറഞ്ഞു. കാരണം അവൻ്റെ സ്റ്റുഡിയോയ്ക്ക് 6 ലക്ഷം രൂപ അങ്ങനെയൊക്കെയാണ് പാക്കേജ്, 10 ലക്ഷം രൂപയൊക്കെയാണ് പറയുന്നത്. അത് അവന് ഇഷ്ടപ്പെട്ട് കാണില്ല, അതായിരിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞ ഫാക്റ്റാണ്. നിങ്ങൾക്കിത് അത്യാവശ്യം ഇൻഷോട്ടിൽ ചെയ്യാവുന്നതും VN ആപ്പിൽ ചെയ്യാവുന്നതും ഒക്കെ ഉള്ളൂ. ഇതിൻ്റെ ടൈറ്റിലൊക്കെ ഇച്ചിരി ഗ്രാഫിക് ചെയ്യണമെങ്കിൽ അത് വേറെ കൊടുത്ത് ചെയ്യാം, അതിന് സെപ്പറേറ്റ് ആൾക്കാരുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഒത്തിരി കുട്ടികൾക്കറിയാം, കൊച്ചു പയ്യന്മാർക്ക് ഇതൊക്കെ ചെയ്യാനറിയാം. അവരൊക്കെ കുഞ്ഞു മുതൽ മുടക്കി ഇത് ചെയ്തു തരും. പിന്നെ ആർട്ടിസ്റ്റ്, നിങ്ങൾ സിനിമയാണേലും ഷോർട്ട് ഫിലിമാണേലും സീരീസ് ആണേലും അഭിനയിക്കാൻ അറിയുന്ന ഒത്തിരി പേരുണ്ട്. അതിൽ മര്യാദക്കാരെ തിരഞ്ഞെടുക്കുക. ഇവരൊക്കെ ചുമ്മാ കാലും പിടിച്ച് കൈയും പിടിച്ച് ഭംഗിയായിട്ട് സംസാരിച്ച് ഇവർ അഭിനയിക്കാനൊക്കെ വരും. പക്ഷേ ഇവിടെ സെറ്റിൽ വരുമ്പോൾ ഇവരുടെ സ്വഭാവം മാറും. അതൊന്ന് മനസ്സിലാക്കാൻ മാത്രം മതി. പക്ഷെ ഒത്തിരി കഴിവുള്ള, ഞാൻ എൻ്റെ വർക്കുകളിൽ 90% പുതുമുഖങ്ങളാണ് ഉപയോഗിച്ചത്. അവർ പറഞ്ഞാൽ ചെയ്യാൻ അറിയുന്നത് ഞാൻ സെലക്ട് ചെയ്യും. അതിലൊക്കെ 4-5 വർക്ക് കഴിയുമ്പോഴത്തേന് എന്നോട് പിന്നെ കഥ ചോദിക്കാൻ പറഞ്ഞ് കഥ തിരുത്താൻ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. അവർക്ക് അവാർഡും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറെ അതിൻ്റെ പേര് വർക്ക് കിട്ടി. വേറെ നായികയായിട്ട് അഭിനയിച്ചവരൊക്കെ വേറെ വർക്കൊക്കെ ഡെയിലി എനിക്ക് 3,000 രൂപയ്ക്കൊക്കെ പെർ ഡേ വന്നിട്ടുള്ള കുട്ടികളൊക്കെ 10,000 20,000 ഒക്കെ പെർ ഡേ വാങ്ങുന്ന അവസ്ഥ എത്തി. പിന്നെ എന്നോട് പക്ഷേ കണക്ക് പറഞ്ഞവരുണ്ട്, കണക്ക് പറയാതെ എന്നോട് ഒരു നന്ദി കാണിച്ചവരുമുണ്ട് കേട്ടോ, ഒത്തിരി പേരുണ്ട്. പിന്നെ ഒരു ആർട്ടിസ്റ്റിനോടാണേലും നിങ്ങൾ ഒരു 80% നിങ്ങളോട് നന്ദി കാണിക്കില്ല ആരും വർക്ക് ചെയ്യുന്നത്. എല്ലാവരും പൈസ ഇല്ലയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ തള്ളിപ്പറയും. അത് പ്രൊഡ്യൂസർ എപ്പോഴും ചിന്തിക്കണം. അപ്പോൾ പിന്നെ ഭംഗിയായിട്ട് സംസാരിച്ച് ഒരു കഥ ഫലിപ്പിക്കാൻ പറ്റുന്നവരുണ്ട്. അങ്ങനെ അതില്ല വിശ്വസിക്കുക. അവർ ടെക്നിക്കലായിട്ട് എന്ത് ചെയ്യും എന്നറിയണം. ഷൂട്ടിങ് തുടങ്ങിക്കഴിഞ്ഞാൽ അറിയുള്ളൂ, സ്ക്രിപ്റ്റ് പോലും കൈ കാണില്ല.
2. പിന്നെ മാർക്കറ്റിൽ ഷോർട്ട് ഫിലിമിനോ സിനിമയ്ക്ക് പോലും എൻ്റെ അറിവിലൊരു 300-400 സിനിമകളും വിവിധ സ്റ്റുഡിയോകളിലായിട്ട് കംപ്ലീറ്റ് ആകാതിരിപ്പുണ്ട്. 400 പ്രൊഡ്യൂസേഴ്സാണ്. 400 പ്രൊഡ്യൂസേഴ്സിൻ്റെ അറ്റ്ലീസ്റ്റ് 50 ലക്ഷം രൂപ വെച്ച്, ഞാൻ അത്ര 5 കോടി 10 കോടിയൊന്നും പറയുന്നില്ല, 50 ലക്ഷം രൂപ വെച്ച് എത്ര കോടിയാണ് കിടക്കുന്നത്. അവരുടെ വീട്ടിലെ അവസ്ഥ ഏതാണ്? അതിലൊരു 50% പേരും ശരിക്കും പെട്ട് കിടക്കുകയാണ്. 1 കോടി 2 കോടി 3 കോടി. പിന്നെ ആർട്ടിസ്റ്റിനെ നിങ്ങൾ അവരെ വരുന്നൊക്കെ പറയുന്നത് എത്രയാണ്, സൂപ്പർ സ്റ്റാർസിൻ്റെ പടം എത്രയാണ് വിജയിക്കുന്നതെന്ന് ചിന്തിച്ചാൽ അറിയാം. ഒന്ന്, ഈ പുതുമുഖങ്ങളെ വെച്ച് തന്നെ സ്റ്റോറി നല്ല രീതിയിലാണ് പറഞ്ഞു പോകുന്നത്. ഒരു കഥയില്ലാത്ത പടങ്ങൾ വിജയിക്കുന്നുണ്ട്, കാരണം അത് പറയുന്ന ശൈലിയാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കുകയാണ് ഏറ്റവും അഡ്വാൻസ്ഡായ ക്യാമറ ഉപയോഗിച്ചാൽ ഏറ്റവും ലൈറ്റിൽ ഏറ്റവും ഗ്രാൻഡായിട്ടൊക്കെ ചെയ്താൽ ഒരു പടം വിജയിക്കുമെന്ന് പറയരുത്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാ പടങ്ങളും ഇപ്പോൾ ടെക്നിക്കലായിട്ടാണ് അവർ നോക്കുന്നത്. നല്ല സ്റ്റോറി ഒക്കെ വരുന്ന അപൂർവമാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നല്ല സ്റ്റോറികൾ വന്നു വെച്ച് തകർന്നു പോകുന്നു. കാരണം അവരുടെ പൈസ ആണല്ലോ അത് മാറിയത്. പക്ഷേ അത് അവാർഡിനൊക്കെ പോയി രക്ഷപ്പെടുന്നുമുണ്ട്. പിന്നെ നിങ്ങൾ ഈ പലരും മേക്കപ്പ് മാൻ അത് ഇത് കോസ്റ്റ്യൂം എന്നൊക്കെ പറഞ്ഞ് പലരും ബന്ധപ്പെടും. നിങ്ങളായതുകൊണ്ട് ഞാൻ ഇത്ര അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറയും. ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. കാര്യത്തോട് അടുക്കുമ്പോൾ യൂണിറ്റ് എല്ലാം അത് ഒരു പ്രൊഡ്യൂസർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതൊക്കെ പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ വളരെ നല്ല 5-8 പ്രൊഡക്ഷൻ കൺട്രോൾസിന് എക്സിക്യൂട്ടീവിനൊക്കെ എനിക്കറിയാം കേട്ടോ. അവർ വളരെ ഇവരുടെയൊക്കെ ആ സ്നേഹവും കാര്യങ്ങളും ഒക്കെ പൈസ നിങ്ങളുടെ കയ്യിലില്ലാതെ വരുമ്പോൾ നിങ്ങൾ തെറ്റുകാരനാകും. അതുകൊണ്ട് നിങ്ങൾക്കൊരു സിനിമ ഇറക്കണമെങ്കിൽ ഐഫോണിൽ തന്നെ ചെയ്ത് നിങ്ങൾക്ക് അത് ചെറിയ രീതിയിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ചെയ്ത് നിങ്ങൾക്കത് തിയേറ്ററിൽ നിങ്ങൾ UFO ആയിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവരുടെ പൈസ ആദ്യം എടുക്കും. അവർ സ്ഥലം എഴുതി മേടിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടറെ എനിക്കറിയാം. അവരുടെ വസ്തു എഴുതി മേടിച്ചേച്ച് എന്നിട്ട് അവനവൻ്റെ പൈസ എഴുതിച്ച് അതിൻ്റെ പലിശ കിട്ടിയില്ല, ലാഭം കിട്ടിയില്ലെന്ന് പറഞ്ഞ് ആ സ്ഥലമൊക്കെ വിൽക്കാൻ എറണാകുളത്ത് നടക്കുന്നവരെ എനിക്കറിയാം. മാന്യമായിട്ട് സംസാരിക്കുന്ന ഫ്രോഡുകളുണ്ട് ഇതിനകത്ത്. അപ്പം നിങ്ങളൊരു പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പൈസയാണ്, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ്. ദൈവികത്വമുണ്ട് ഇത് പിന്നിലൊക്കെ ദൈവികത്വമുണ്ട്. പിന്നെ നിങ്ങൾ ദുരുദ്ദേശത്തോടു കൂടി സിനിമ എടുക്കാൻ പോകാതിരിക്കുക. ദുരുദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പവറും അതും ഇതും മറ്റ് ഇമ്മോറലായിട്ടും ഒക്കെ പോകാതിരിക്കുക. അതായത് ഒരു രജനീകാന്തിൻ്റെ പടത്തിൽ രാഷ്ട്രീയക്കാരനോട് പറഞ്ഞ இந்த புனிதமான அரசியலை இதுக்கு பயன்படுத்தாடா, പണം സമ്പാദിക്കുക നിറയെ വഴി ഇരിക്കടാന്ന് പറഞ്ഞു. അവൻ തിരുത്തപ്പെടുകയാണ് ആ മന്ത്രി അതോടുകൂടി. അതുപോലെ നിങ്ങൾ ഈ ദൈവികമായ ഈ സംഭവത്തെ നിങ്ങൾ അതിന് ദൈവികത്വമുണ്ട് ഇതിനകത്ത്. വെച്ചിട്ട് നമ്മളൊന്നും വിമാനത്തെ പോകണ്ടേ, ഫ്ലൈറ്റിൽ പോകണ്ട, നമ്മൾ പതുക്കെ ഓട്ടോറിക്ഷയിൽ പോയാൽ മതി ലക്ഷ്യത്തിലെത്താൻ. എനിക്കിപ്പോഴും പിടിച്ചിരിക്കാൻ പറ്റുന്നത്, ഇൻഡസ്ട്രിയിൽ പിടിച്ചിരിക്കാൻ പറ്റുന്നത്, ഞാൻ പണ്ടൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ട്, അതിലൊക്കെ പിടിച്ചിരിക്കാൻ പറ്റുന്നത് എനിക്ക് ഫ്ലൈറ്റിൽ പോകണ്ട. നമ്മുടെ ഭാഗത്ത് ഒരു മനുഷ്യന് 100% ക്ലിയർ അല്ല, പക്ഷെ നമ്മളൊരു 50% ക്ലിയറായി പോയാൽ മതി. മാനുഷികമായി എല്ലാ ഇതും പറ്റും. നമ്മൾ പ്രതികാരം ചെയ്യാൻ പറ്റും, നമ്മൾ വിജയിച്ചാൽ മതി. മറ്റുള്ളവർ നമ്മളെ തോൽപ്പിക്കാൻ വരുന്നവർ തോറ്റു, അല്ലാതെ അവരെ തോൽപ്പിച്ച് പ്രതികാരം ചെയ്യാൻ പോകരുത്. കാരണം നമ്മൾ ജയിച്ചാൽ മതി, നമ്മൾ ജയിക്കാനുള്ളത്. ഏറ്റവും ഭംഗിയായിട്ട് പ്രതികാരം ചെയ്യുന്ന പോലും, ഞാനൊരു പ്രൊഡ്യൂസറുടെ കഥയായി പറയുന്നത്, അയാൾ പ്രതികാരം ചെയ്യാൻ പോയി, അത് ചെയ്തത്. ഒരിക്കലും ഏറ്റവും ഭംഗിയായിട്ട് പ്രതികാരം ചെയ്യുന്ന പൂമ്പാറ്റകളാണ്. പുഴുവെന്നും പ്യൂപ്പെന്നൊക്കെ ആക്ഷേപിച്ച് വെട്ടിക്കളയുന്ന ആ സാധനം ഒരാഴ്ച കഴിയുമ്പം നല്ല 1-ാം തരം പൂമ്പാറ്റയായിട്ട് ഇവരുടെ മുന്നിൽ കൂടെ പാറിപ്പറന്നാണ്. അതിനേക്കാൾ കൂടുതൽ കൊതിപ്പിക്കും. അതാണ് ഏറ്റവും ലോകത്തിലെ ഭംഗിയായിട്ട് പ്രതികാരം ചെയ്യുന്ന ഒരു ജീവിയാണ്. നിങ്ങളീ പ്രൊഡ്യൂസേഴ്സ് അവനെ തീർക്കുക, പിന്നെയും പൈസ കളഞ്ഞ് ജീവിതം തകർന്ന്. ഇതെല്ലാം ശ്രദ്ധിക്കുക. നിങ്ങൾ ഷോർട്ട് ഫിലിമിൽ ഞാൻ പറയുന്നത് 99% കിട്ടുകയില്ല. നിങ്ങൾക്ക് പാഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയുണ്ട് പ്രൊഡ്യൂസേഴ്സ്. അങ്ങനെ ആദ്യം ഈ പ്രൊഡ്യൂസേഴ്സ് ഒരു 2-3 സെറ്റിൽ പോയി ചുമ്മാ എന്തെങ്കിലും ജോലി ചെയ്യുക. നിങ്ങളുടെ പൈസ ഒന്നും ഒരു പ്രൊഡ്യൂസറാണെന്നോ മിണ്ടാതിരിക്കുക, ഗമയടിക്കുക. ആ സെറ്റ് മനസ്സിലാക്കുക. ആദ്യം സെറ്റിലെ വയറിൽ കൂടെ തട്ടി വീഴാതിരിക്കാൻ പഠിക്കുക. ക്യാമറയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക. ഞാനൊക്കെ പണ്ടൊക്കെ സിനിമയുടെ സീനിൻ്റെ റോഡിൽ വെച്ച് ക്യാമറ ഞാൻ ആ വണ്ടി ചീറിപ്പോയിരുന്നു, ഞാൻ ആ ക്യാമറയുടെ അടുത്ത് പോയി നിൽക്കും. കാരണം എന്നെ ഇടിച്ചോട്ടെ. കാരണം എന്ന് പറഞ്ഞാൽ അത് ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും ക്യാമറമാനും എല്ലാം അറിയാം ജോഷം പോയി റോഡിന് അടുത്ത്. കാരണം ഒരു വണ്ടി ഒന്നും അറിയാതിട്ടാൽ അത് 1.25 കോടി 2 കോടിയിലൊക്കെ ക്യാമറയാണെന്ന് അങ്ങനെ നിൽക്കും. കാരണം എന്നെ തട്ടിയാലും അവർ ആശുപത്രി കൊണ്ടുപോയിക്കോളും. പക്ഷേ തട്ടുന്നതിന് മുമ്പ് ക്യാമറ കിട്ട് തട്ടിയാലും
ഈ വഴിയെ പോകുന്ന അലവലാദികൾ ക്യാമറയ്ക്കിട്ട് കല്ലെറിയും ചുമ്മാ തമാശയ്ക്ക്. കാരണം ക്യാമറയ്ക്ക് ഒന്നും എത്ര പേരുടെ ജീവിതം അതുകൊണ്ട് തകർന്നു. അങ്ങനെ ഒരു ശ്രദ്ധിക്കുക. നിങ്ങൾ ആർട്ട്, കോസ്റ്റ്യൂമ്, മേക്കപ്പ്, ക്യാമറമാൻ, ഈ പൈസയുടെ കാര്യം വരുമ്പോൾ എല്ലാവരും തനിനിറം കാണിക്കും. നിങ്ങളുടെ കൂടെ സ്നേഹിച്ച് നിങ്ങൾക്ക് പ്രോത്സാഹനം തന്ന ഒരാൾ 30 ദിവസം അല്ലെങ്കിൽ 25 ദിവസം ഷൂട്ട് കഴിഞ്ഞ് 5 ദിവസത്തെ തീരാൻ ഉള്ളതായിരിക്കും വർക്ക്. ആ സമയത്ത് കൊടുക്കാനില്ലെങ്കിൽ ഇവരെല്ലാം തിരിയും. എനിക്ക് അനുഭവമാണ്. എനിക്ക് 25 ഒരു SIയും ഒരു റിസോർട്ടിൻ്റെ ഓണറും 50 ലക്ഷം രൂപ ബാങ്കിലിട്ട് അതിനകത്ത് എൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ ഒരു നല്ലൊരു തുക ഇട്ട് തന്നേച്ച് ഒരു ഫസ്റ്റ് ദിവസം അതിനകത്ത് ഒരാൾ മോശം കാണിച്ചപ്പോൾ ഞാൻ ആ വർക്ക് ഇട്ടിട്ട് പോകുന്നതാണ്. വലിയൊരു ആർട്ടിസ്റ്റ് വന്ന വർക്കാണ്. ഞാനത് വേണ്ടാന്ന് വെച്ചു. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാമറ എല്ലാവരും എന്നെ ഒത്തിരി റിക്വസ്റ്റ് ചെയ്യാം. പക്ഷേ ആ പടം ചെയ്തിരുന്നെങ്കിൽ ഇപ്പം ഒത്തിരി 10-8 സിനിമയൊക്കെ ചെയ്തവരൊക്കെ തിരിഞ്ഞ് നടപ്പുണ്ട്. പക്ഷേ നമുക്ക് ഒരു പടമോ 2 പടമോ ചെയ്തുള്ളെങ്കിൽ അത് നിലനിൽക്കാൻ പറ്റും. അത് പ്രൊഡ്യൂസറാണ്. ഒരു ബാനർ എത്രയോ പ്രൊഡ്യൂസേഴ്സ് നല്ലതായിട്ട് ഇപ്പോഴും നല്ലതായിട്ട് ഇപ്പം ചിലർ ഉപേക്ഷിച്ച് സിനിമ ഫീൽഡ് ഉപേക്ഷിച്ച് പോയെങ്കിൽ എങ്ങനെയൊക്കെ ഉണ്ട്. ഞാനൊരു പടത്തിൽ ശശങ്കർ സാറിൻ്റെ വർക്കിന് ചെയ്തപ്പം അതിനകത്തൊരു നല്ല വേഷം ചെയ്തൊരു പയ്യൻ 7 പടം പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡ്യൂസറുടെ മകനാണ്. അവൻ്റെ ഒരു അവസ്ഥ ഞാൻ കണ്ടപ്പോൾ സുന്ദരനാന്നേ ഉള്ളൂ. ഭയങ്കര സമ്പന്നതയിൽ വളർന്ന് അവൻ. പക്ഷേ അത് അറിഞ്ഞത് ശശങ്കർ സാറ്, അത് വിഷ്ണു ശശങ്കർ ഇപ്പം മാളികപ്പുറമൊക്കെ എടുത്ത ഇപ്പോൾ രണ്ടാമതൊരു പടം തന്നെ ഏതോ ഒരു വളവ്, സുമതി വളവോ അതൊക്കെ എടുത്ത വിഷ്ണുവിൻ്റെ അച്ഛൻ അതിന് വേണ്ടി ചാൻസ് കൊടുത്തു. ശശങ്കർ സാറിൻ്റെ ഒരു പടവും പുള്ളി പ്രൊഡ്യൂസർ. ആ മകൻ്റെ ഒരു അവസ്ഥ കാണണമായിരുന്നു. നല്ല ഡ്രസ്സ് കൊടുക്കില്ല, പക്ഷെ നല്ല റോള് കൊടുത്തു. അങ്ങനെയൊക്കെ ഉണ്ട്. ആ പടം റിലീസായില്ല കേട്ടോ. അങ്ങനെയൊക്കെ. അതുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് എപ്പോഴും വീണ് പോയാൽ ആരും കാണില്ല. ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ആർക്കും നമ്മളോട് സ്നേഹമോ പ്രേമമോ ഒക്കെ സഹതാപമൊന്നുമില്ല. ഇതൊക്കെ അഭിനയിക്കുന്ന നമുക്കൊരു സഹായം ചോദിക്കുമ്പോൾ ഇവരെല്ലാം 1-2 പ്രാവശ്യം ഒരു ചായ പോലും മേടിച്ചു തരുന്നു 2 പ്രാവശ്യത്തിൽ കൂടുതൽ മേടിച്ചു തരില്ല. പിന്നെ നമ്മൾ തന്നെ സമ്പാദിക്കണം. അപ്പോൾ അതുകൊണ്ട് ആർക്കും നമുക്ക് വേണ്ടത് സഹതാപവും സ്നേഹമൊന്നുമല്ല, നമുക്ക് സഹായമാണ്. ആരും ചെയ്യില്ല. വീണ് പോയാൽ അത് തന്നെ കാര്യം. അതുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് ആദ്യം സെറ്റ് പോയി മനസ്സിലാക്കുക. എനിക്കറിയാം ഒരു പടം ചെയ്ത ഒരു എൻജിനീയർ, അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞാൽ അദ്ദേഹം 2 സിനിമകളിൽ ഞാൻ ആ കുരുത്തതിന് 2 സിനിമയിലുണ്ടായിരുന്നു. പുള്ളി വന്ന് ചുമ്മാ ഈ മാനേജറായിട്ട് ക്യാഷ്യറായിട്ട് വർക്ക് ചെയ്തു. പിന്നെയാണ് ഒരു ദിവസം വിളിച്ച എന്നോട് അസോസിയേറ്റായിട്ട് അതിൽ നിൽക്കാമെന്ന് ചോദിച്ച് വിളിക്കുന്നത്. കാരണം പുള്ളിയുടെ ഉദ്ദേശം ഡയറക്റ്റ് ചെയ്യാമെന്നായിരുന്നു. അതുപോലെ തന്നെ പുള്ളി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, പുള്ളി തന്നെ 50 ലക്ഷം രൂപ മുടക്കി ആ സിനിമ റിലീസായത്. അത് ഒരു ഓടുകയും ചെയ്തു. ഇപ്പോഴല്ല, അതൊരു 8-9 കൊല്ലം മുമ്പാണ്. അങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾ ആദ്യം സെറ്റ് പോയി കണ്ടുപഠിക്കുക. പറ്റുമെങ്കിൽ എന്തെങ്കിലും ജോലി അതിനകത്ത് ചെയ്യുക. പ്രൊഡ്യൂസറാണെന്ന് മിണ്ടരുത്. അന്നേരം നിങ്ങൾക്ക് ബഹുമാനം കിട്ടും. നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങൾ ആ ചെയ്യുന്ന ജോലി അതിനകത്ത് എന്തോ അത് തന്നെയാണെന്ന് പറഞ്ഞങ്ങ് നിൽക്കുക. നിങ്ങൾ പഠിക്കുക, എന്നിട്ട് പ്രൊഡ്യൂസർ. കാരണം 300 പടങ്ങളോളം ഈ കഴിഞ്ഞ കൊല്ലം ഒരു 1.5 വർഷമായിട്ട് ഒരു 300 പടം 15 ലക്ഷം രൂപ 6 കോടി 3 കോടി മുടക്കിയത് കളക്ട് ചെയ്ത് ഞാൻ കൊണ്ട് കാണിച്ചു തരാം. ഡിസ്ട്രിബ്യൂട്ടർക്കാണ് ആദ്യം ഇത് കിട്ടുന്നത്. ആ കളക്ഷൻ്റെ കണക്ക് 1-2 ആഴ്ച കൊണ്ട് ഈ പൈസ മൊത്തം കളക്ട് ചെയ്യണം. അയാൾ 10 ദിവസത്തെ കളക്ഷനൊക്കെ അയാൾ കാണിച്ചു തന്നു. മാത്രമല്ല ഒരു സിനിമയിൽ 2.5 കോടി മുടക്കിയിട്ട് പിന്നെ 65 ലക്ഷം രൂപയ്ക്ക് പബ്ലിസിറ്റി ചെയ്യാൻ പോകുന്നത് ചെയ്യരുതെന്ന് ഈ ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവർ 65 ലക്ഷം രൂപയ്ക്ക് ചെയ്തു. എന്നിട്ട് കളക്ട് ചെയ്തത് 65 ലക്ഷം രൂപ ആകെ. അയാളുടെ 2.5 കോടിയോളം പോയില്ലേ. അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത് പ്രൊഡ്യൂസേഴ്സ് ഈ ഇപ്പോൾ രക്ഷപ്പെടാമെന്നും പറഞ്ഞ് മാക്സിമം ഇറങ്ങാതിരിക്കുക. ഒരു 75 നല്ലവരൊത്തിരി പേരുണ്ട് കേട്ടോ. ഫിലിം ഫീൽഡിൽ നിൽക്കുന്ന നമ്മൾ ഈ കുറ്റം പറയുന്ന ആളുകൾ പോലും പലരും നല്ലവരാണ്. പക്ഷേ ഇതിനകത്ത് വലിയവരല്ല കേട്ടോ ഈ കളിപ്പിക്കുന്നത്. വലിയ ടോപ്പിൽ നിൽക്കുന്നവരല്ല. ഈ കുഞ്ഞു ആൾക്കാരാണ് ഈ കളിപ്പിക്കുന്നത്. കുഞ്ഞു ആർട്ടിസ്റ്റാണ്, കുഞ്ഞു ടെക്നീഷ്യൻസാണ്, കുഞ്ഞു മേക്കപ്പ്, ഇവരൊക്കെയാണ് ഈ കളിപ്പിക്കുന്നത്. മറ്റുള്ളവരിങ്ങനെ സ്ഥായിയായിട്ട് നിലനിൽക്കുന്ന അവരിൽ ഒരുപാട് നന്മയുള്ളതുകൊണ്ടാണ്. അതൊക്കെ മനസ്സിലാക്കുക. നിങ്ങളിങ്ങനെ കോടികൾ തലം വിറ്റോ അല്ലെങ്കിൽ ഒരിക്കലും ഇപ്പോൾ ടാക്സ് വെട്ടിച്ചോ അല്ലെങ്കിൽ കള്ളപ്പണം ഇറക്കാനോ ഒന്നും ഇപ്പോൾ സിനിമ എടുക്കാൻ പറ്റില്ല. ആ ഒരവസ്ഥയാണ് വന്നേക്കുന്നത്. അതൊക്കെ വേറെ വല്ല ഭാഷകളിലൊക്കെ വരുന്നതിനെ പറ്റുള്ളായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രാഥമികമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ റിട്ടേണിനെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ അധ്വാനിക്കുന്ന കാശാണ്. 2 കോടി രൂപ പറഞ്ഞു കൊടുക്കും, 4 കോടിയിലും തീരില്ല. അങ്ങനെയൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാർ. നിങ്ങൾ അതായത് നമ്മൾ ഇപ്പോൾ എനിക്ക് തന്നെ ഇവിടെ പ്രൊഡ്യൂസേഴ്സൊക്കെ കിട്ടും. നമുക്ക് എത്ര രൂപ, നമുക്കൊരു 50 ലക്ഷം തീർക്കാമെന്ന് പറയും. അപ്പോൾ എൻ്റെ മനസ്സിൽ 50 പറഞ്ഞാൽ അവൻ്റെ 1 കോടിയുണ്ട്. 10 ലക്ഷം രൂപ അഡ്വാൻസ് മേടിച്ചാൽ അതുകൊണ്ട് ബാക്കി അയാൾ മുടക്കും.
അപ്പോൾ 20 ലക്ഷം കിട്ടി. അങ്ങനെ 50 ആയി. 50 വരെ മുടക്കിയ ആൾ 1 കോടി മുടക്കും. ഇതാണ് സൈക്കോളജി. സത്യം പറഞ്ഞാൽ എൻ്റെ വർക്കുകളിൽ എന്നോടിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്ത നല്ലൊരു ഡയറക്ടറാണ്. അയാളോടെ നിങ്ങൾ 3 ലക്ഷമുള്ള വർക്കൊക്കെ 3000 രൂപ പിടിച്ച് ചെയ്യുമല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് തൽക്കാലം നിൽക്കാനുള്ള പൈസയാണ് ആവശ്യം, എനിക്ക് അതുകൊണ്ട് ഇഷ്ടംമാതിരി വർക്കുണ്ട്. ആ വർക്കിന് മുടക്ക് 2000 രൂപ ഉള്ളൂ. 2000 രൂപ മുടക്കുള്ളൂ മൊത്തം എൻ്റെ ഒരു സെറ്റപ്പ് വെച്ച്. അതുകൊണ്ട് 3000 മേടിച്ച് 1000-ന് വേണ്ടി എനിക്ക് ഒരു ദിവസം പോലും, എനിക്ക് 5 മണിക്കൂർ പോലും മെനക്കേടില്ല. 1000 രൂപ. പിന്നെ എനിക്കതുകൊണ്ട് നല്ല വർക്കുകൾ വല്ലതും വിളിച്ചത്. ഞാൻ എന്തിനാണ് ഈ 3 ലക്ഷം മേടിച്ച് അവരെ കൽപ്പിക്കുന്നത്? ഈ കക്ഷി 2 കൊല്ലം മുമ്പാണ് ഒരു വർക്ക് ചെയ്തത്, നല്ല വർക്കായിരുന്നു. അതിനുശേഷം ഒരു ഡോക്യുമെൻ്ററി, ഒരു ഷോർട്ട് ഫിലിം ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അദ്ദേഹത്തിന്. അപ്പം നമ്മൾ ചെയ്യുന്നതല്ലേ ശരി. ഞാൻ ഈ 2 കൊല്ലത്തിന് എത്രയോ എപ്പിസോഡുകൾ ചെയ്തു. കാരണം നമുക്കൊരു പ്രൊഡ്യൂസറെ, അതുപോലെ തന്നെ എനിക്കൊരു അനാഥ മന്ദിരത്തിൻ്റെ ഒരു വർക്ക് കിട്ടി. ഞാൻ ആദ്യം ചോദിച്ചത് അനാഥ കുട്ടികൾ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. എല്ലാവരും രക്ഷാകർത്താക്കളൊക്കെ ഉള്ള കുട്ടികളാണ്, പക്ഷെ അവരെ ഗതികേട് കൊണ്ട് നിർത്തിയേക്കുന്നത്. ഞാൻ ചോദിച്ചു ഈ ഓർഫണേജ് കുട്ടികളെല്ലാം പട്ടിണിയാകുമോ? അത് കാരണം അത് നല്ല രീതിയിൽ ചെയ്ത് ചാനലിൻ്റെ ഉള്ള വർക്കാണ്. 25,000 രൂപ ആകുമെന്ന് ഞാൻ പറഞ്ഞു. 25,000 രൂപ ഒന്നും വിഷയമില്ല, പൈസയുണ്ട്. ഞാൻ ചോദിച്ചു എന്നുള്ള പൈസയുണ്ട്, അവർക്ക് ഫണ്ട് കിട്ടി അങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്തു. അതെ, ഇവിടെ പട്ടിണിയൊന്നുമില്ല ജോസിന്, അതൊന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു. അവർക്ക് ഒത്തിരി പൈസ കിട്ടുകയും ചെയ്തു. അവർക്ക് ഒത്തിരി പൈസ കിട്ടുകയും ചെയ്തു. അപ്പം കാരണം അവരുടെ അഡ്രസ്സൊക്കെ വെച്ചിരുന്നു, അതിലേക്ക് പൈസ ചെയ്തു. അതും കുറേ വർഷമായി അത്. അങ്ങനെയൊക്കെ ഉണ്ട്. അത് ശ്രീനിവാസ സാറും അങ്ങനെ ചെയ്യുമെന്നൊക്കെ പറയുന്നത് കേട്ട്. നിങ്ങളുടെ കുടുംബം പക്ഷിയാണെന്ന് ചോദിക്കുക. അങ്ങനെ ചോദിക്കുന്ന ഡയറക്ടേഴ്സുണ്ട്. നമ്മൾ നല്ല ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ല് ചെയ്യുമ്പം നമ്മൾ 50 കോടിയും കൊണ്ട് ചെന്നാൽ പറയും ഞാൻ ചെയ്യില്ല എന്ന് പറയും. കാരണം അവർക്ക് നല്ലൊരു സബ്ജക്റ്റ് കാണില്ല അവരുടെ കയ്യിൽ. അപ്പം അങ്ങനെ ശ്രദ്ധിക്കുക പ്രൊഡ്യൂസേഴ്സ്. എങ്ങനെയും കറക്കി വരുന്നവരുടെ മുമ്പ് വീഴാതിരിക്കുക. ശരിക്കും വർക്ക് അറിയാവുന്നവരുടെ കൂടെ പോവുക. നിങ്ങളുടെ പൈസ പോയി കഴിഞ്ഞാൽ ആരും ഗതികെട്ട് പോയാൽ സഹായിക്കാൻ കാണില്ല. അവിടെ സാറ്റലൈറ്റും ഗീറ്റ്ലൈറ്റും ഒന്നും ഇപ്പം നിലവിലില്ല. നിങ്ങൾ 2 ആഴ്ചയ്ക്കകം പടം കളക്ട് ചെയ്തെങ്കിൽ ഒന്നും കിട്ടില്ല. നിങ്ങൾ യൂട്യൂബിലൊക്കെ ഇടുന്ന, ഞാൻ കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞിരുന്നു യൂട്യൂബിൻ്റെയൊക്കെ വരുമാനത്തെക്കുറിച്ചും ഫേസ്ബുക്കിലും ഒക്കെ ഇടുന്ന തെളിവ് തരണം എത്ര രൂപ കിട്ടിയെന്ന്. ഞാനൊരു വർക്ക് ചെയ്തിട്ട് എന്നോട് ഓറഞ്ച് മീഡിയക്കാർ എടുത്തുവെച്ച് എന്നോട് അത് തരാം ഇത് തരാമെന്നൊക്കെ പറഞ്ഞു. അതിന് എഗ്രിമെൻറ്റ് വെക്കേണ്ട 200 രൂപ എക്സ്ട്രാ പോയി. ആകെ പ്രൊഡ്യൂസ് ചെയ്ത പൈസ പോയി. എൻ്റെ കാശായിരുന്നു അത്. എനിക്ക് 100 രൂപ തന്നിട്ടില്ല അവർക്കെങ്ങാണ്ട് 10.3 മില്യൺ ഇതൊക്കെ ഉണ്ടെന്ന് ഓറഞ്ച് മീഡിയക്കാരാണ്. എനിക്കൊരു 100 രൂപ തന്നില്ല. ഇതുപോലെ ഒത്തിരി അവരങ്ങനെ ഇങ്ങനെ പിന്നെ പ്രൊമോട്ട് ചെയ്യാം. എങ്ങനെ പൈസ കൊടുത്ത് ഇവർ വ്യൂവേഴ്സിനെ കൂട്ടും, സബ്സ്ക്രൈബറെ കൂട്ടും, ഫോളോവേഴ്സിനെ കൂട്ടും. ഇതൊക്കെ ഉള്ളൂ. അതായത് ഞാനും ഒരു 17,500 രൂപ കൊടുത്താൽ എനിക്ക് ലക്ഷങ്ങൾ വ്യൂവേഴ്സ് ഉണ്ടാകും. അതൊക്കെ എനിക്കറിയാം. അതിനുള്ള സുഹൃത്തുക്കൾ ഞാനങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ ഇന്നുവരെ എൻ്റെ ഒരു വർക്ക് അങ്ങനെ ചെയ്തിട്ടില്ല. എനിക്ക് ഒറിജിനൽ കിട്ടുന്നതാണ് ഇതെല്ലാം. അതെ, അതുകൊണ്ട് അങ്ങനെ ഒത്തിരി പേര് കണ്ടു എന്ന് പറയും, ഒത്തിരി കിട്ടിയെന്ന് പറയും, ഒരു തെളിവും കാണില്ല. കൂടി വന്നാൽ എനിക്ക് 5 കൊല്ലത്തിനകം അതിനൊക്കെ വരുമാനം കിട്ടുന്ന ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 25 പേര് കൂടുതൽ കാണില്ല അതിൽ നിന്ന് റിട്ടേൺ കിട്ടുന്ന. മറ്റ് സോഴ്സുകളിൽ ഞാനും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനും ഫേസ്ബുക്കിൽ നിന്ന് എനിക്ക് വരുമാനമുണ്ട്. ഞാൻ സമ്മതിച്ചു തന്നതല്ലേ, എനിക്ക് വരുമാനമുണ്ട്. എനിക്ക് ഈ ഇടയ്ക്ക് അത് ശരിയായത്. കുറച്ച് ഡോളർ കിട്ടി. അത് പേ ഔട്ട് ആകണമെങ്കിൽ $100 വേണം. 25 തൊട്ട് 50 തൊട്ട് 100 എനിക്ക് അനുവദിച്ചേക്കുന്നത് ഒരു നിശ്ചിതമല്ല. അതിലെനിക്ക് പേ ഔട്ട് എടുക്കാം. അതത്ര ആയിട്ടില്ല. അപ്പോൾ പക്ഷേ അതുകൊണ്ടൊക്കെ എന്താകാം. പക്ഷേ ഞാൻ അതിൻ്റെ പേര് വേറെ വർക്കുകൾ, കുഞ്ഞു വർക്കുകൾ പരസ്യമായിട്ടല്ലാതെ ഞാൻ എപ്പിസോഡായിട്ട് അങ്ങനെ വരുമാനമുണ്ട്. പിന്നെ സമൂഹത്തിലൊരു അംഗീകാരം. പിന്നെ ഇത് ന്യൂസ് ചാനൽ പോലെ തന്നെ നമ്മളൊരു നെഗറ്റീവ് വന്നാൽ നമുക്ക് പ്രതികരിക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണം. അതൊക്കെ ഉള്ളൂ. അതാണ് പ്രൊഡ്യൂസേഴ്സിന് പറയാനുള്ളത്. ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ വാക്ചാതുരിയിലും വലിയ സെറ്റപ്പിലും, അതായത് വേണ്ടി വന്നാലോ അമിതാഭ് ബച്ചനെ വിളിച്ച് കഴിയും. ഞാൻ പറഞ്ഞില്ലേ, അമിതാഭ് ബച്ചനെ വിളിച്ച് സംസാരിച്ച് കളയില്ല. ഉദാഹരണമാണ് പറഞ്ഞത്. നിങ്ങൾ വിചാരിക്കും അയ്യോ അവന് ഭയങ്കര ബന്ധമാണ്, വീണ് പോയാൽ ആരും കാണില്ല. അന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. നമ്മളാരും വിമാനത്തിൽ യാത്ര ചെയ്ത് പെട്ടെന്ന് എത്തണ്ട, പതുക്കെ ഓട്ടോറിക്ഷ പോയാൽ മതി. അതായിരിക്കും നല്ലത്. ഇത്രയും കൂടെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ജീവിത പാഠമാവും. എന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. ചാടിക്കയറി ഇറങ്ങരുത്. നന്ദി, നമസ്കാരം.